പുഷ് ബട്ടൺ സ്റ്റാർട്ട് ബേസ് മോഡലിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു ഫീച്ചേഴ്സും കൊണ്ട് പ്രത്യേകത കൂടെയാണ്. നമ്മൾ ബഡ്ജറ്റായിട്ട് നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലും മൈലേജും അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളുള്ള ഒരു പ്രൊഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിചാര ബേസ് മോഡൽ തന്നെ എടുത്താൽ ധാരാളമായിരിക്കും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു 13 ലക്ഷം ബഡ്ജറ്റിലൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. കാരണം പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, മനോഹരമായ ഒരു ക്രോമിയം ഗ്രിൽ പ്ലേറ്റ് ഉണ്ട്, അതിനകത്ത് പിയാനോ ബ്ലാക്കിലുള്ള ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടയർ സൈസ് കൊടുത്തിട്ടുണ്ട്. കീലെസ് എൻട്രി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കണക്കാൻ കഴിയുന്നുണ്ടോ. ബട്ടൺ, ആ ലോക്ക് ബട്ടൺ നമുക്ക് ഇവിടെ തന്നെ ഡോർ ഹാൻഡിൽ തന്നെ കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള AC ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങൾ അതങ്ങനെ വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്, ആംറസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം മോശമില്ലാത്തൊരു ഇൻറ്റീരിയറിൻ്റെ ഒരു കളർ ടൂണിങ്ങും ഉണ്ട്. റിയർ AC വെൻറ്റും കൂടെ ഈ ഒരു ബഡ്ജറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. 373 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പക്ഷേ റിയർ വ്യൂയിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ട് ടൈൽ ലാമ്പും കാര്യങ്ങളും നോക്കിയാൽ